ഇനി അടുത്തത് പർച്ചേസ് റിട്ടേൺസ് ബുക്കാണ്. ഇത് നമ്മൾ സാധനങ്ങൾ വാങ്ങിയ സാധനം നമുക്ക് ഉദ്ദേശിച്ച സാധനമല്ല, അല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റി മോശമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ വാങ്ങിയ സാധനം ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ നമ്മളത് വാങ്ങിയ ആളുകൾക്ക് തന്നെ, ആരിൽ നിന്ന് വാങ്ങുക അയാൾക്ക് നമ്മൾ റിട്ടേൺ ചെയ്യും, തിരിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കുന്നതാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, അല്ലെങ്കിൽ റിട്ടേൺസ് ഔട്ട്വേർഡ്സ് ബുക്ക് എന്ന് പറയും. ഇത് ജേർണലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മൾ കിങ് ആൻഡ് കമ്പനിയിൽ നിന്ന് 9,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങിയായിരുന്നു. അതിൽ നമുക്കൊരു 1000 രൂപയുടെ സാധനങ്ങൾ തിരിച്ചയക്കേണ്ടി വന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പർച്ചേസ് റിട്ടേൺസ് ജേർണലിലാണ് എഴുതി വെക്കുന്നത്. അപ്പം നമ്മൾ എഴുതി വെക്കും, കിങ് ആൻഡ് കമ്പനിക്ക് കൊടുത്തു. അതായത് കിങ് ആൻഡ് കമ്പനി പർച്ചേസ് റിട്ടേൺസ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്, 1000 രൂപയുടെ സാധനം തിരിച്ചു കൊടുത്തു. ഇനി നമ്മൾ ആ റിട്ടേൺ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നോട്ട് എഴുതി, ഒരു ബില്ലും കൂടെ കൊടുക്കുക. അതിന് നമ്മൾ ഡെബിറ്റ് നോട്ട് എന്നാണ് പറയുന്നത്. കിങ് ആൻഡ് കമ്പനിയിൽ നമ്മൾ വാങ്ങിയപ്പോൾ നമ്മൾ പർച്ചേസസ് അക്കൗണ്ട് അറ്റ് കിങ് ആൻഡ് കമ്പനീസ് അക്കൗണ്ട് എന്ന് കൊടുത്തു. തിരിച്ചു കൊടുക്കുമ്പം കിങ് ആൻഡ് കമ്പനീസ് അക്കൗണ്ട് അറ്റ് പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട് എന്ന് വേണം എഴുതി വെക്കാനായിട്ട്. അപ്പം അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അത് ഡെബിറ്റ് നോട്ട് നമ്പർ 1 എന്ന് എഴുതി വെച്ചു. ഇനി നമുക്ക് അടുത്ത ഡേറ്റിൽ വേറെ ഒരാൾക്ക് കൊടുത്ത്, ഇങ്ങനെ എത്ര പേർക്ക് നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ലിസ്റ്റ് കൂടി എഴുതി. ഇതിപ്പോൾ ഒരെണ്ണേ ആയുള്ളൂ. ഇനി അടുത്ത് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ഒരാളുണ്ട്, മൂന്നാമത് ഒരാളുണ്ടായിരിക്കും, നാലാമത് ഉണ്ടായിരിക്കും. ഇതെല്ലാം ഇവിടെ എഴുതി വയ്ക്കും. ഇനി അതുപോലെ തന്നെ നമ്മളെ കൊടുക്കുന്ന ഡെബിറ്റ് നോട്ട് അവർക്കൊരു ഒരു റെക്കോർഡ് കൊടുക്കും. അതായത് അവരെ ഡെബിറ്റ് ചെയ്തുകൊണ്ടുള്ള റെക്കോർഡ് കൊടുക്കുക. അതാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പം 4 പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2, 3, 4 എന്നിങ്ങനെ ക്രമം എഴുതി വെക്കും. എന്നിട്ട് ആ നോട്ടിൻ്റെ നമ്പറും ഇവിടെ എഴുതി വെക്കും. ഇനി ഏത് ലെഡ്ജറിൻ്റെ ഏത് പേജിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് അത് എഴുതി വെക്കും. ഇവിടെ ഇപ്പം കിങ് ആൻഡ് കമ്പനിക്ക് 1000 രൂപയാണ് കൊടുത്തത്. ഇനി സ്മിത്ത് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ് വേറൊരാൾക്കൊരു 5000 രൂപയുടെ റിട്ടേൺ ചെയ്തു. അങ്ങനെ ഏത് തുകയ്ക്കാണ് റിട്ടേൺ ചെയ്യുന്നത് അതെല്ലാം കൂടി എഴുതി വെക്കുന്ന ഒരു ബുക്കാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. ഇനി നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അത് മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും GM കോമേഴ്സിലേക്ക് സ്വാഗതം. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. താങ്ക് യു. ഇനി അതിൻ്റെ ലെഡ്ജർ പോസ്റ്റിംഗ് എങ്ങനെയെന്ന് നോക്കാം. ജനറൽ ലെഡ്ജറിൽ നമ്മൾ സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട് വരയ്ക്കണം. അതുപോലെ തന്നെ അനിൽസിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ അനിലിന് നമ്മൾ 1000 രൂപയുടെ സാധനമാണ് റിട്ടേൺ ചെയ്തത്. അപ്പം അനിലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം അനിലിൻ്റെ അക്കൗണ്ടിൽ ബൈ സെയിൽസ് റിട്ടേൺ 1000 എന്ന് എഴുതുക. ഇനി സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ടിൽ നമ്മൾ ആ തുക ഡെബിറ്റ് ചെയ്യണം. ടു സൺട്രീസ് എന്ന് വേണം എഴുതാനായിട്ട് 1000. ഇതിന് കാരണം അനിലിനെ പോലെ വേറൊരു 4 പേരും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ 4 പേർക്കും നമ്മൾ കൊടുത്തത് അവർ റിട്ടേൺ ചെയ്തു. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ 4 പേർക്കും നമ്മൾ ആ ഓരോ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ട് അവരുടെ 4 പേരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ബൈ സെയിൽസ് റിട്ടേൺ എന്നും പറഞ്ഞ് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആ 4 പേരുടെയും കൂടെ കൂടി, ഇപ്പോൾ ഈ 5 പേരുടെയും കൂടെ കൂടി ഒറ്റ എമൗണ്ടായിട്ട് കൂടി എഴുതാം. ടു സൺട്രീസ്. ഇപ്പോൾ ഒരു 5 പേർക്ക് 1000 രൂപ വീതം കൊടുത്തത് വിചാരിക്കും. അങ്ങനെ വരുമ്പോൾ 5 പേരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നമ്മൾ ബൈ സെയിൽസ് റിട്ടേൺ എന്നും പറഞ്ഞ് നമ്മൾ അവരുടെ പേഴ്സണൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇനി കഴിഞ്ഞിട്ട് 5 പേരുടെ കൂടെ ടോട്ടൽ എമൗണ്ട് നമ്മൾ സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ ടു സൺട്രീസ് 5000 എന്ന് എഴുതി വെക്കണം. അപ്പം നമുക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എത്ര പേര് വിറ്റ സാധനം തിരിച്ചു തന്നിട്ടുണ്ടെന്ന് നമുക്ക് ഈ സെയിൽസ് റിട്ടേൺസ് ബുക്ക് വിശദമായിട്ട് പരിശോധിച്ചാൽ അറിയാം. ഇതാണ് അടുത്തത്. ഇതും നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട്. ആ ഇല്ലസ്ട്രേഷൻ നിങ്ങൾ നോക്കണം. അതായത് ക്രെഡിറ്റ് പർച്ചേസ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസസ് ബുക്കിൽ എഴുതി വെക്കും. ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ സെയിൽസ് ബുക്കിൽ എഴുതി വെക്കും. ഇനി അവരവരുടെ ഓരോ അക്കൗണ്ടുകളും ലെഡ്ജറിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഇനി അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ജേർണലിൽ എഴുതി വെക്കും. അത് കഴിഞ്ഞിട്ട് ആ റിട്ടേൺ ചെയ്ത ഓരോരുത്തരുടെയും പേരിൽ നമ്മൾ ഡെബിറ്റ് ചെയ്ത് വെക്കും. സെയിൽസ് റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ എഴുതി വെക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വിശദമായിട്ട് പഠിക്കുക. കൃത്യം നിങ്ങളുടെ ആ ജേർണലിൽ നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ ഈ 4 ഐറ്റം ഉണ്ടായിരിക്കും. പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്,
പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട്, സെയിൽസ് റിട്ടേൺസ് അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെ 4 ഐറ്റം നമ്മൾ പഠിച്ചു. ഇതെല്ലാം ജേർണലിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഇനി അടുത്ത ഒരു അധ്യായമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. നന്ദി, നമസ്കാരം.